അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം അൽ-ഐനു കണ്ണ്. അൽ-ഐനു കണ്ണ് 11ാമത്തെ പാഠം. അൽ-ഐൻ കണ്ണ്. അൽ-ഐനു കണ്ണാവുന്നത്. ഐനു ജമ് അറിയാന് ഉയൂൻ. മനസ്സിലായോ? ഐനു ജമ് അറിയാന് ഉയൂൻ. അൽ ഐനു കണ്ണാവുന്നത് മിൻ അജായിബി സുനയില്ലാഹി തആല. മിൻ അജായിബി കണ്ണാവുന്നത് മിൻ അജായിബി അത്ഭുതത്തിൽപ്പെട്ടതാണ്. എന്തിന്റെ അത്ഭുതം? സുനയില്ലാഹി. സ്വനഅ എന്നതിന്റെ മസ്ദർ സുന. സുന എന്ന് പറഞ്ഞാൽ സൃഷ്ടി. അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ നിന്നുള്ള അത്ഭുതങ്ങളിൽ പെട്ടതാകുന്നു ഏത്? കണ്ണ്. അൽ-ഐനു കണ്ണാവുന്നത് മിൻ അജായിബി സുനയില്ലാഹി തആല അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളിൽ പെട്ടതാകുന്നു. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളിൽ പെട്ട ഒരു കാര്യം, ഒരു വസ്തുവാകുന്നു കണ്ണ്. കാരണം ഫഖദ് ഖലഖഹ അല്ലാഹു അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫഖദ് ഖലഖഹ തീർച്ചയായും അല്ലാഹു അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലാഹു തആല അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്തായിട്ട്? മിർആതൻ. മിർആത്ത്. മിർആത്ത് ജമ് മറായ. കണ്ണാടി. കണ്ണാടി ആയിക്കൊണ്ട് അതിനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോ അല്ലാഹു തആല അല്ലാഹു അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെ? എന്തായിട്ട്? മിർആതൻ കണ്ണാടി ആയിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനത്തെ കണ്ണാടി? സ്വാഫിയൻ തെളിമയുള്ള കണ്ണാടി ആയിക്കൊണ്ട് അല്ലാഹു കണ്ണിനെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. എങ്ങനെ? തതഹറകു ആ കണ്ണെന്താകുന്നു? തഹറക അത് ചലിക്കുക. തതഹറകു ആ കണ്ണ് ചലിക്കുന്നു. യമീനൻ വലത്തോട്ടും വശിമാലൻ ഇടത്തോട്ടും അത് ചലിക്കുന്നു. മനസ്സിലായോ? വലത്തോട്ടും ഇടത്തോട്ടൊക്കെ അതെന്താവുന്നു? ചലിക്കുന്നു. വഫൗഖു വതഹ്തു എങ്ങോട്ടും മേലോട്ടേക്കും താഴോട്ടേക്കും അത് ചലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു തെളിമയുള്ള ഒരു നല്ല തെളിഞ്ഞ ഒരു കണ്ണാടിയായിക്കൊണ്ട് അതിനെ ഒരു പളുങ്കാക്കിക്കൊണ്ട് അല്ലാഹു അതിനെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. മനുഷ്യരെന്താവുന്നു? നോക്കുന്നു. ബിഹ ആ കണ്ണുകളെ കൊണ്ട് ആ മനുഷ്യർ നോക്കുന്നു. മനുഷ്യർ കണ്ണുകൊണ്ട് നോക്കുന്നു. ഇലാ ജമീഇൽ ജിഹാദി. ജിഹത്തുൻ ജമ് ജിഹാദ്. നാനാഭാഗങ്ങളിലേക്ക് മനുഷ്യർ ആ കണ്ണുകൊണ്ട് നോക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലേ? ഏത് ഭാഗത്തേക്കും? 4 ഭാഗത്തേക്കും മനുഷ്യർ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അല്ലാഹു അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ കണ്ണിനെ സൃഷ്ടിച്ചതിന് ശേഷം കണ്ണിനെ അല്ലാഹു സൃഷ്ടിച്ചു. ആ കണ്ണിനെ സൃഷ്ടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അല്ലാഹു അതിനെ എന്ത് ചെയ്തു? പിന്നെ അങ്ങനെ സൃഷ്ടിച്ചതിനു ശേഷം വലാഹ അതിനെ വെച്ചിരിക്കുന്നു. എവിടെ? ആ കണ്ണിനെ വെച്ചിരിക്കുന്നു. എവിടെ? ഫീ മിഹ്ജരിൻ ഒരു മിഹ്ജർ എന്ന് പറഞ്ഞാൽ കൺതടം. മനസ്സിലായോ? മിഹ്ജർ കൺതടം. മിഹ്ജർ മഹാജിർ. മിഹ്ജർ ജമ് മഹാജിർ. എന്താ? കൺതടം. കൺതടത്തിലാക്കിക്കൊണ്ട് അല്ലാഹു അതിനെ വെച്ചിരിക്കുന്നു. ആ കണ്ണിനെ എവിടെയാ വെച്ചത്? ഫീ മിഹ്ജരിൻ. മിഹ്ജർ എന്ന് പറഞ്ഞാൽ കോറിയില്ലേ, അതിനൊക്കെ എന്താ പറയും? മിഹ്ജർ എന്ന് പറയും. അപ്പൊ മിഹ്ജർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മിഹ്ജറിന് എവിടെയുള്ള അർത്ഥം എന്ത്? നമ്മുടെ ആ കൺതടം. മനസ്സിലായോ? കണ്ണ് വെച്ച ആ സ്ഥലം ഉണ്ടല്ലോ, അതിനെന്താ പറയാ? മിഹ്ജർ. അല്ലാഹു അതിനെ ഒരു മിഹ്ജറിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? വെച്ചിരിക്കുന്നു. പിന്നെ അങ്ങനെ ഉറപ്പുള്ള ഒരു കൺതടത്തിൽ, മനസ്സിലായോ? ഉറപ്പുള്ള
കൺതടത്തിൽ എന്ത് ചെയ്തു? അല്ലാഹു അതിനെ വെച്ചിരിക്കുന്നു. എന്തിനാലുള്ള? മിനലാളമി, എല്ലിനാലുള്ള ഉള്ള ഉറപ്പുള്ള ഒരു കൺതടത്ത്. മനസ്സിലായോ? അതെന്താണ്? ആ ഭാഗം എല്ലിനാലുള്ളതാണ്, പിന്നെ എന്തുമാണ്? ഉറപ്പുള്ളതുമാകുന്നു. അങ്ങനെയുള്ള ഒരു ഒരു കൺതടത്തിൽ അല്ലാഹു അതിനെ വെച്ചിരിക്കുന്നു. ആ കണ്ണിനെ അല്ലാഹു വെച്ചിരിക്കുന്നു. പിന്നെ വജഅല ആക്കി, വജഅല ആക്കി, അലൈഹ ആ കണ്ണിന്റെ മേൽ അല്ലാഹു ആക്കി. എന്തിനാൽ? മിനൽ ജുഫൂനി, ജഫ്നുൽ ജമ് ജുഫൂൻ, ജഫ്നുൽ ജമ് ജുഫൂൻ, കൺപോള. കൺപോളെ അല്ലാഹു വെച്ചിരിക്കുന്നു. എവിടെ? അലൈഹ ആ കണ്ണിനുമേൽ അല്ലാഹു കൺപോളെ വെച്ചിരിക്കുന്നു. മനസ്സിലായോ? കൺപോളെ അല്ലാഹു വെച്ചിരിക്കുന്നു. വജഅല അലൈഹ അല്ലാഹു ആ കണ്ണിന്റെ മേൽ വെച്ചിരിക്കുന്നു. എന്തിനാൽ? മിനൽ ജുഫൂനി കൺപോളയാൽ, അതിന്റെ മേൽ, കണ്ണിന്റെ മേൽ അല്ലാഹു കൺപോളയെ വെച്ചിരിക്കുന്നു. അപ്പോൾ ജഫ്നുൽ ജമ് ജുഫൂൻ. പിന്നെ എന്തായിട്ട്? റിതാഅൻ, മൂടി. മനസ്സിലായോ? ഒരു മൂടിയായിക്കൊണ്ട് എന്ത് ചെയ്തു? അല്ലാഹു അതിനെ വെച്ചിരിക്കുന്നു. എന്തിനെ? ആ ജഫ്നിനെ. മനസ്സിലായോ? കൺപോളെ അല്ലാഹു വെച്ചു. എന്തായിട്ട്? റിതാഅൻ, ഒരു മൂടിയായിക്കൊണ്ട് അല്ലാഹു അതിനെ വെച്ചിരിക്കുന്നു. എങ്ങനത്തെ മൂടി? യഹ്ഫളുഹാ ആ മൂടി സംരക്ഷിക്കും. ആ മൂടി സംരക്ഷിക്കും. എന്തിനെ? ആ കണ്ണിനെ അല്ലാഹു അത് സംരക്ഷിക്കും. അങ്ങനെയുള്ള ഒരു മൂടിയായിക്കൊണ്ട് കൺപോളെ അല്ലാഹു ആ കണ്ണിനുമേൽ വെച്ചിരിക്കുന്നു. എന്തിൽ നിന്ന് സംരക്ഷിക്കും? മിനൽ അദാ ബുദ്ധിമുട്ടിൽ നിന്നും. ബുദ്ധിമുട്ടിൽ നിന്നും അതാ കൺപോളെ കണ്ണിനെ സംരക്ഷിക്കും. പിന്നെ വഹാത്വാഹ അതിനെ എന്താക്കിയിരിക്കുന്നു? ചുറ്റിയിരിക്കുന്നു. വഹാത്വാഹ അതിനെ ചുറ്റിയിരിക്കുന്നു. എന്തിനെ? ആ കൺപോളെ, ആ ജഫ്നിനെ. മനസ്സിലായോ? ആ കൺപോളയെ ചുറ്റിയിരിക്കുന്നു. എന്തിനാൽ? വഹാത്വാഹ അതിനെ ചുറ്റിയിരിക്കുന്നു. ബിഅഹ്ദാബിൻ ഹുസുബുൻ ജമ് അഹ്ദാബ്, കുരികം. മനസ്സിലായോ? അപ്പൊ കണ്ണിമകളെ കൊണ്ട് എന്താക്കി? അല്ലാഹു അതിനെ ചുറ്റിയിരിക്കുന്നു. ഇമ. മനസ്സിലായോ? ആ ഇമകളെ എന്താക്കിയിരിക്കുന്നു? അതിനെ ചുറ്റിയിരിക്കുന്നു. ആ കൺപോളയെ ചുറ്റിയിരിക്കുന്നു. എന്ത്? ഇമകൾ. മനസ്സിലായോ? ഇമകൾ എന്താകുന്നു? കണ്ണിമകൾ അതിനെ ചുറ്റിയിരിക്കുന്നു. വഹാത്വാഹ അതിനെ ചുറ്റിയിരിക്കുന്നു. എന്തിനാൽ? ബിഅഹ്ദാബിൻ മിനശ്ശഅരി രോമത്താലുള്ള ഇമകളാൽ അതിനെ ചുറ്റിയിരിക്കുന്നു. മനസ്സിലായോ? ചുറ്റിയില്ലേ? ആ കണ്ണിനെ ചുറ്റിയിരിക്കുന്നു. അല്ലാഹു ആ കണ്ണിന് ഒരു കൺപോളകൾ വെച്ചു. എന്നിട്ട് ആ കണ്ണിനെ എന്താക്കി? അല്ലാഹു ചുറ്റും ഒരു ഇമകളായ രോമങ്ങളായുള്ള ഇമകളെ എന്തായി? അല്ലാഹു സൃഷ്ടിച്ചു. മനസ്സിലായോ? വഹാത്വാഹ ആ കണ്ണിനെ അല്ലാഹു എന്ത് ചെയ്തു? ചുറ്റിയിരിക്കുന്നു. എന്തിനാൽ? ബിഅഹ്ദാബിൻ മിനശ്ശഅരി രോമത്താലുള്ള ഇമകളാൽ. അഹ്ദാബ് എന്ന് പറഞ്ഞാൽ ഈ ഇമകൾ. അതുകൊണ്ട് അല്ലാഹു എന്ത് ചെയ്തു? ആ കണ്ണിനെ ചുറ്റിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ആ കണ്ണിനെ ഇമകൾ കണ്ണിന് ഇമകൾ നൽകിയത്? തകൂന അത് ആവാൻ വേണ്ടി. മനസ്സിലായോ? അത് ആ ഇമകൾ ആവാൻ വേണ്ടി. എന്തിനാൽ? എന്താവാൻ വേണ്ടി? സിയാജൻ, സിയാജ് മതില്, മതില് വേലി, വേലിയാവാൻ വേണ്ടി അല്ലെങ്കിൽ മതിലാവാൻ വേണ്ടി. എങ്ങനത്തെ മതില്? മതിലെന്താകും? തടുക്കും. മനസ്സിലായോ? തടയുന്നു. എന്തിനെ? അൻഹ ആ കണ്ണിനെ അത് തടയുന്നു. എന്തിനെയൊക്കെ? അദ്ബാബ ഈച്ച. ഈച്ച എന്താകുന്ന ഇമകൾ തടയുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇമകൾ തടയുന്നു. പിന്നെ എന്തിനെ? വൽബൗള കൊതുകിനെ, കൊതുകിനെ ഈ കൊതുക്, ഈച്ച. പിന്നെ വലോബ പൊടി. ഇത്തരം കാര്യങ്ങളെ ഇമ തടയുന്നു. അങ്ങനെയുള്ള ഒരു മതിലായിക്കൊണ്ട് ഇവകളെയൊക്കെ തടഞ്ഞു മാറ്റുന്ന ഒരു മതിലാക്കിക്കൊണ്ട് അല്ലാഹു കണ്ണിന് ചുറ്റും ഇമകളെ നൽകി. ആ ഇമകൾ എന്തായിരിക്കുന്നു? അത് സിയാജൻ, അത് മതിലായിരിക്കുന്നു. യദുബു അൻഹ കണ്ണിനെ ആ മതിലെന്താകുന്നു? തടുക്കുന്നു, തടയുന്നു. എന്തിനെ തൊട്ട്?
ഉബാറ്, പിന്നെ ദുബാബ്, പിന്നെ ഉബാറ്, അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ടൊക്കെ എന്താകുന്നു? കണ്ണിനെ ഈ സിയാജായ നമ്മുടെ ഇമകൾ തടയുന്നു. അല്ലത്തി എങ്ങനത്തെ ഉബാറ്, എങ്ങനത്തെ ബൗള്, എങ്ങനത്തെ ദുബാബ്? അല്ലത്തി എങ്ങനത്തെ തദ്ഖുലുൽ ഐന, കണ്ണിലേക്ക് പ്രവേശിക്കുന്ന പൊടി, കൊതുക്, ഈച്ച അങ്ങനെയുള്ള മറ്റു സാധനങ്ങളെയൊക്കെ എന്താകുന്നു? ഈ കൈമ തടയുന്നു. അതെന്താകുന്നു? ഫതുസബ്ബിബു ലഹ, സാധനങ്ങൾ ഏത്? ഈ കൊതുക്, പ്രാണി, പൊടി, ഇതൊക്കെ എന്താകുന്നു? തുസബ്ബിബു, അത് കാരണമാകുന്നു. ലഹ, ആ കണ്ണിലേക്ക് കാരണമാകുന്നു. എന്തിനേക്ക്? അൽ അലമ, വേദന. അലമ് വേദന, വേദനക്ക് കണ്ണിനെ അത് വേദന ഉണ്ടാക്കും. പിന്നെ എന്ത്? വൽ മറള, രോഗം, കണ്ണിനേക്ക് എന്താകുന്നു? രോഗം ബാധിക്കുന്നു. മനസ്സിലായോ? അത് രോഗത്തെയും മറ്റു വേദനകളൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? അത്തരം കാര്യങ്ങളെ എന്താകുന്നു? തൊട്ട് തടുക്കുന്ന ഒരു മതിലാക്കിക്കൊണ്ട് അല്ലാഹു മകളെ സൃഷ്ടിച്ചു കണ്ണിന് ചുറ്റും. വസല്ലത അലൈഹ, എന്നിട്ടോ വസല്ലത അലൈഹ, അതിന്റെ മേൽ കീഴ്പ്പെടുത്തി കൊടുത്തു. ആ കണ്ണിലേക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. സല്ലത, കീഴ്പ്പെടുത്തുക. സല്ലത, കീഴ്പ്പെടുത്തുക. അലൈഹ, കണ്ണിന്റെ മേൽ കണ്ണിലേക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. എന്തിനെ? മാഅൻ, വെള്ളത്തെ. മനസ്സിലായോ? കണ്ണിന് വെള്ളം നൽകി. എങ്ങനത്തെ വെള്ളം? ജാരിയൻ, ഒഴുകുന്നതായ ഒരു വെള്ളത്തെ അല്ലാഹു കണ്ണിലേക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്ങനത്തെ? അതാ വെള്ളം എന്താ ചെയ്യുന്നത്? യാസിലു, അത് കഴുകി വൃത്തിയാക്കുന്നു. യാസിലു, അത് കഴുകുന്നു. എന്തിനെ? മാ, ഒന്നിനെ കഴുകുന്നു. എങ്ങനത്തെ ഒന്ന്? യദ്ഖുലു ഫീഹാ, ആ കണ്ണിൽ പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒന്നിനെ അത് കഴുകി വൃത്തിയാക്കുന്നു. വെള്ളത്തെ എന്താക്കി കൊടുത്തിരിക്കുന്നു? അല്ലാഹു കണ്ണിന് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എങ്ങനത്തെ വെള്ളം? ആ വെള്ളം വെള്ളം കഴുകി വൃത്തിയാക്കുന്നു. എന്തിനെ? ഒന്നിനെ കഴുകി വൃത്തിയാക്കുന്നു. എങ്ങനത്തെ ഒന്ന്? യദ്ഖുലു ഫീഹാ, ആ കണ്ണിൽ പ്രവേശിച്ച ഒന്ന്. എന്തിനാൽ? മിനൽ ഔസാഹി, ചളിയാൽ. വസ്ഫുഞ്ചെന്ന് ഔസാഹ്, ഔസാഹ്, ചളി. മനസ്സിലായോ? ചളി, പൊടി, പടലം. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളെ കഴുകി വൃത്തിയാക്കുവാൻ ഉപയോഗിക്കുന്ന വെള്ളത്തെ അല്ലാഹു ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അഥവാ കണ്ണുനീരിനെ അല്ലാഹു കണ്ണിന് നൽകിയിരിക്കുന്നു. ആ കണ്ണുനീർ എന്താ ചെയ്യുന്നത്? യാസിലു മാ, ഒന്നിനെ എന്താക്കിയിരിക്കുന്നു? കഴുകി വൃത്തിയാക്കുന്നു. യദ്ഖുലു ഫീഹാ, കണ്ണിൽ പ്രവേശിച്ച മിനൽ ഔസാഹി, ചളിയാൽ, കണ്ണിന്റെ ഉള്ളിലേക്ക്, പൊടിയാൽ കണ്ണിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച വസ്തുക്കളെ അത് കഴുകി വൃത്തിയാക്കുന്നു. മനസ്സിലായോ? വലൈനു, കണ്ണാവുന്നത് ഊർളത്തുൻ, അതൊരു വിഷയമാകുന്നു. ഊർളത്തുൻ, അത് വിഷയമാകുന്നു. കണ്ണ് വിഷയമാകുന്നു. വലൈനു, കണ്ണാവുന്നത് ഊർളത്തുൻ, അത് വിഷയമാകുന്നു. എന്തിനേക്ക്? ലികസീരിൻ മിനൽ അംറാദി, ധാരാളം രോഗത്തിലേക്ക് അത് വിഷയമായി മാറുന്നു. മനസ്സിലായോ? അപ്പൊ കണ്ണെന്താവുന്നു? ധാരാളം രോഗങ്ങൾക്ക് വിധേയമാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഊർളത്ത്, വിഷയം. അപ്പൊ അലായി, കണ്ണാവുന്നത് ഊർളത്തുൽ കസീരിൻ മിനൽ അംറാദി, ധാരാളം രോഗങ്ങൾക്ക് വിഷയമായി മാറിയിട്ടുണ്ട്. എങ്ങനത്തെ? കർറമദി, ചെങ്കണ്ണ്. റമദ്, ചെങ്കണ്ണ്. ചെങ്കണ്ണ് പോലെ. പിന്നെ എന്ത്? കാഴ്ചക്കുറവ്. കാഴ്ചക്കുറവ്, കസറിന്റെ എന്ന് പറഞ്ഞാല് കാഴ്ചക്കുറവ്. കാഴ്ചക്കുറവ്, റമദ്, കണ്ണ്, ചെങ്കണ്ണ്, ഇത്തരം രോഗങ്ങൾ അഥവാ ഇതേപോലെയുള്ള മറ്റു രോഗങ്ങൾക്കൊക്കെ എന്താവുന്നു? കണ്ണ് വിഷയമായി മാറിയിട്ടുണ്ട്. അമ്മ, തീർച്ചയായും വ്യാപിച്ചിരിക്കുന്നു. എന്ത്? അമ്മ വ്യാപിച്ചിരിക്കുന്നു. അമ്മ വ്യാപിച്ചിരിക്കുന്നു. എന്ത്? ഹാദൽ മറദു, ഈ രോഗം, ഈ രോഗം ബാധിച്ചിരിക്കുന്നു. എങ്ങനത്തെ? മറദുൽ അഖീർ, അവസാനത്തെയുള്ള രോഗം. മറദുൽ അഖീർ എന്ന് പറഞ്ഞാൽ അവസാനം പറഞ്ഞ രോഗം. അതായത് അവസാനം പറഞ്ഞ രോഗം കസറിന്നവ്, കാഴ്ച കുറവ് എന്ന രോഗം അമ്മ വ്യാപിച്ചിരിക്കുന്നു, പരന്നിരിക്കുന്നു. മനസ്സിലായോ?
ഫി ഹാദ സമാൻ, ഈ കാലത്ത് രോഗം അധികരിച്ചു. ഏത് രോഗം? കണ്ണിന് ബാധിക്കുന്ന രോഗം അധികരിച്ചു. ഏത് രോഗം? മറദുൽ അഹീർ, അതായത് അവസാനം പറഞ്ഞ രോഗം. ഖസറുൻ നളർ, കാഴ്ചക്കുറവ് എന്ന രോഗം എന്താക്കിയിരിക്കുന്നു? വ്യാപിച്ചിരിക്കുന്നു. ഫലജഅ, അപ്പോൾ ലജഅ, അങ്ങനെ വ്യാപിച്ചപ്പോൾ ലജഅ, അഭയം തേടിയിരിക്കുന്നു. ലജഅൽ നാസു, ജനങ്ങൾ അഭയം തേടിയിരിക്കുന്നു. അഭയം തേടുക, ലജഅ മൽജ, അഭയസ്ഥാനം. മനസ്സിലായോ? അപ്പൊ ലജഅൽ നാസു, ജനങ്ങൾ അഭയം തേടിയിരിക്കുന്നു. ജനങ്ങൾ എന്ന് പറഞ്ഞാലോ ഹത്തൽ അത്ഫാലു, കുട്ടികൾ വരെ. മനസ്സിലായോ? ജനങ്ങളുണ്ട്. ആരൊക്കെ പെടും? 40 വയസ്സുള്ള ആളും പെടും, 10 വയസ്സുള്ള ആളും പെടും, ആരും ജനങ്ങളിൽ പെടും. മനസ്സിലായോ? അപ്പൊ ജനങ്ങൾ എത്ര വരെ? 40 വയസ്സല്ല, 100 വയസ്സല്ല, ഹത്തൽ അത്ഫാലു, കുട്ടികൾ വരെ, ചെറുപ്രായത്തിലുള്ള കുട്ടികൾ വരെ അഭയം തേടിയിരിക്കുന്നു. എവിടേക്ക്? ഇലാ ഇസ്തിമാലി മൻളറത്തിൻ, ഇസ്തിമാല് ഉപയോഗിക്കുക. എന്തുപയോഗിക്കുക? മൻളറത്ത്, മൻളറത്ത് കണ്ണട. കണ്ണട ഉപയോഗിക്കുന്നതിലേക്ക് ജനങ്ങൾ അഭയം തേടിയിരിക്കുന്നു. കാരണം എന്ത്? അവരൊക്കെ കാഴ്ചക്കുറവുള്ളവരാണ്. അപ്പൊ കാഴ്ച നേടിയെടുക്കാൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ഉപകരണത്തിലേക്ക്, ഒരു വസ്തുവിലേക്ക് എന്തായിരിക്കുന്നു? അഭയം തേടിയിരിക്കുന്നു. ഏതാ വസ്തു? മൻളറത്ത്, കണ്ണട. മനസ്സിലായോ? കണ്ണടയിലേക്ക് ജനങ്ങൾ അഭയം തേടിയിരിക്കുന്നു. പിന്നെ വലി ഇജ്തിനാബി ഹാദിഹിൽ അംറാദി, ഇജ്തിനാബ് ഒഴിവാക്കുക. വലി ഇജ്തിനാബി അൻ ഹാദിഹിൽ അംറാദി, ഈ രോഗത്തെ തൊട്ട് വെടിയാൻ വേണ്ടി, വെടിയൽ യഹ്സുനു, അതെന്താവും? നന്നാവും. യഹ്സുനു, നന്നാവും. എന്ത്? അൽഇഅ്തിസാലു, ഇഅ്തിസാലു ഒഴിവാകൽ. എന്തിനെ? അനിൽ ഉബാരി വൽ അത്രിബത്തി, തുറാബ്. അത്രിബത്ത്, തുറാബ് ജമ് അത്രിബത്ത്, അത്രിബത്ത് മണ്ണ്. മനസ്സിലായോ? മണ്ണിനെ തൊട്ടും, പിന്നെ ഏതും ഉബാർ, പൊടിയെ തൊട്ടും, ഇഅ്തിസാൽ ഒഴിവാകൽ, യഹ്സുനു, അത് നന്നാവും. മനസ്സിലായോ? യഹ്സുനുൽ ഇഅ്തിസാൽ, വെടിയൽ, ഒഴിഞ്ഞു മാറൽ എന്താവും? നന്നാവും. എന്തിനെ തൊട്ട്? അനിൽ ഉബാരി വൽ അത്രിബ, മണ്ണിനെ തൊട്ടും പൊടിപടലങ്ങളെ തൊട്ട് നന്നാവുക, ഒഴിഞ്ഞു മാറുക എന്നത് നന്നാവും. മനസ്സിലായോ? എന്തിനേക്ക്? വലി ഇജ്തിനാബി ഹാദിഹിൽ അംറാദി, ഇത്തരം രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഇങ്ങനെ ഒഴിഞ്ഞു മാറൽ എന്താവും? നന്നാവും. മനസ്സിലായോ? പൊടിപടലങ്ങൾ കണ്ണിനെ ബാധിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നാൽ അതെന്താവും? ഇത്തരം രോഗങ്ങൾ എന്താവും? അത് പ്രതിരോധിക്കും. മനസ്സിലായോ? തടയാൻ, ഏത്? ഹാദിഹിൽ അംറാദി, ഇത്തരം രോഗങ്ങളെ തടയാൻ വേണ്ടി യഹ്സുനുൽ ഇഅ്തിസാലു അനിൽ ഉബാരി വൽ അത്രിബ, ഈ മണ്ണ്, പൊടി, അത്തരം കാര്യങ്ങളെ തൊട്ട് ഒഴിഞ്ഞു മാറുക എന്നത് ഇത്തരം രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായകമാകും. വയഹ്സുനുൽ തജവ്വുലു, ചുറ്റൽ. തജവ്വുല്, ചുറ്റുക. തജവ്വുൽ, യഹ്സുനുൽ തജവ്വുലു, ചുറ്റൽ നന്നാവും. ചുറ്റൽ നന്നാവും. എന്ത് ചുറ്റൽ? എവിടെ? ഫിൽ അമാകിനിൽ ഫസീഹതി, ഫസീഹത്ത് വിശാലമായ, വിശാലമായ സ്ഥലങ്ങളിൽ ചുറ്റൽ എന്താവും? നന്നാവും. മനസ്സിലായോ? വിശാലമായ സ്ഥലങ്ങൾ എന്താവും? ചുറ്റൽ നന്നാവും. പിന്നെ പിന്നെ എന്ത് നന്നാവും? നന്നാവും. എന്ത്? കസ്റത്തുൽ അസ്ൽ, കഴുകൽ അധികരിപ്പിക്കൽ, നന്നാവും. എന്ത്? അസ്ലുൽ വജ്ഹി, മുഖം കഴുകൽ എന്നത് വർദ്ധിപ്പിക്കാം. അധികമായും കൂടുതൽ തവണ മുഖം കഴുകൽ എന്താവും? അത് നന്നാവും. മനസ്സിലായോ? എന്തുകൊണ്ട് കഴുകണം? ബിൽ മാഇ സ്വാഫി, തെളിഞ്ഞ വെള്ളം കൊണ്ട് മുഖം ഇടയ്ക്കിടയ്ക്ക് കഴുകൽ അത് ഇത്തരം രോഗങ്ങളെ തടയാനും ഒരു മാർഗമാകുന്നു. തീർച്ചയായും ഇങ്ങനെ മുഖം കഴുകുക എന്നത് യജ്ലുൽ ഐന, കണ്ണിനെ എന്താക്കി തരുന്നു? തെളിമയുള്ളതാക്കി തരുന്നു. മനസ്സിലായോ? കണ്ണിന് ഒരു തെളിർമ, ഒരു കുളിർമ എന്താകും? നൽകും.
മനസ്സിലായി? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖം കഴുകിയാൽ കണ്ണിനൊരു തെളിമ ലഭിക്കുന്നതാണ്. വയുനഖീഹ, അതെന്താവും? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ട് തെളിഞ്ഞ വെള്ളം കൊണ്ട് മുഖം കഴുകുക എന്നത് യുനഖീഹ, ആ കണ്ണിനെ എന്താകുന്നു? ശുദ്ധീകരിക്കുന്നു. ഇങ്ങനെ മുഖം കഴുകുക എന്നത് യുനഖീഹ, കണ്ണിനെ എന്താകുന്നു? ശുദ്ധീകരിക്കുന്നു. മിനൽ ഔസാഹി വൽ ഖദാ, മ്ലേച്ഛമായ വസ്തുവിനെ തൊട്ടും ചളികളെ തൊട്ടും അഥവാ പൊടിപടലങ്ങളെ തൊട്ടൊക്കെ എന്താകും? അത് ശുദ്ധീകരിക്കും. ഇങ്ങനെ മുഖം കഴുകുക എന്നത് കണ്ണിനെ ശുദ്ധമാക്കുന്നതാണ്. വലിദാലിക, ഇക്കാരണം കൊണ്ട് കാനൽ വുളൂ ആയി ഹംസ മർറാത്തിൻ കുല്ല യൗമി, എല്ലാ ദിവസവും 5 തവണയാക്കി. മനസ്സിലായോ? അങ്ങനെയെങ്കിലും മുഖം കഴുകിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ വുളൂ എടുക്കാൻ വേണ്ടി പറഞ്ഞു. മനസ്സിലായോ? അതിന് മുഖം കഴുകാനുള്ള ഒരു കാരണം എന്ത്? അത് ഒരു ഹിക്മത്തായിട്ട് പറയുന്നത് കണ്ണിനൊക്കെ എന്താകുന്നു? അത് നല്ല റാഹത്താകുന്നു. മനസ്സിലായോ? കണ്ണിനെ ശുദ്ധീകരിക്കുന്നു, ശുദ്ധമാക്കുന്നു. പ്രത്യേകിച്ചും പ്രഭാതത്തിൽ. എപ്പോ? ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് പ്രഭാതത്തിൽ വളരെയധികം ഉപകാരപ്രദമാകുന്നു. മനസ്സിലായല്ലോ? അപ്പോ അടുത്ത ഭാഗങ്ങളൊക്കെ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.